functions of management? Levels of management അല്ലേ? എന്തൊക്കെയാണ് functions of management? അഞ്ച് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? ഒന്ന് പ്ലാനിങ്, രണ്ട് ഓർഗനൈസിങ്, മൂന്ന് സ്റ്റാഫിങ്, നാല് ഡയറക്ടിങ്, അഞ്ച് കൺട്രോളിങ് അല്ലേ? ലെവൽസ് ഓഫ് മാനേജ്മെന്റോ? ലെവല് അല്ലേ? അതൊക്കെ എല്ലാവർക്കും ഓക്കെയാണ്, സംശയമൊന്നുമില്ല. ഓക്കെ ആണല്ലേ? ഇത് നമ്മൾ പഠിക്കാൻ പോണത് പുതുതായിട്ടൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുന്നേ ഞാനൊരു സിറ്റുവേഷൻ പറയാം, നിങ്ങൾ അതനുസരിച്ച് ഇതിനുള്ള കാര്യങ്ങളും ആർഗ്യുമെന്റ്സും പറഞ്ഞു തരാം. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ് നടക്കുന്നുണ്ട് ഇവിടെ ഓഡിറ്റോറിയത്തില് അല്ലെ? പ്ലസ് വൺ നിങ്ങളെ ജൂനിയേഴ്സ് വരുന്നുണ്ട്. ജൂനിയേഴ്സ് വരുമ്പോൾ അവരിനി അടുത്ത ആഴ്ചയോടുകൂടി എന്ത് ചെയ്യും? ക്ലാസ്സിലേക്ക് വരും, ജോയിൻ ചെയ്യും. അപ്പൊ ഞങ്ങളെ ടീച്ചേഴ്സും അതുപോലെ പ്രിൻസിപ്പാളും അതുപോലെ നിങ്ങൾ സീനിയേഴ്സ് ആണ്, സീനിയേഴ്സും കൂടിയിട്ട് എന്താക്കണ്ടേ? ഒരു ഫ്രഷേഴ്സ് പാർട്ടി കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ ഫ്രഷേഴ്സ് പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ആരാണ്? സ്റ്റുഡൻസ് ആയ നിങ്ങളാണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ഫ്രഷേഴ്സ് പാർട്ടി നമ്മൾ കൊടുക്കുക? എന്തൊക്കെ ഉണ്ടാവും ഫ്രഷേഴ്സ് പാർട്ടിയിൽ? എങ്ങനെയാണ് ഫ്രഷേഴ്സ് പാർട്ടി നടത്തുക? ചെറുതായിട്ട് അഭിപ്രായം പറയാം. എങ്ങനെയാ നടത്തുക? നമ്മള് അറിയിക്കും, എല്ലാവരും അറിയിക്കും. പിന്നെ റീഫ്രഷ്മെന്റ് കൊടുക്കും അല്ലെ? സ്നാക്സ് കൊടുക്കും, റീഫ്രഷ്മെന്റ് കൊടുക്കും അല്ലെ? പിന്നെ ഒരു വെന്യൂ സെറ്റ് ചെയ്യും അല്ലെ? സെറ്റ് ആവും അല്ലെ? ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യും അല്ലെ? അതെ, അതായത് കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്താക്കും നമ്മള് നടത്തും അല്ലെ? ആരായിരിക്കും കൂടുതൽ പെർഫോം ചെയ്യാം? നിങ്ങളായിരിക്കും, സീനിയേഴ്സ് ആയിരിക്കും പെർഫോം ചെയ്യാം അല്ലെ? കൾച്ചറൽ ആക്ടിവിറ്റീസ്. പിന്നെ ശരി. ഇതൊക്കെ ഇങ്ങനെ ഇതെല്ലതും ഒരാളാണോ ചെയ്യുന്നത്? അല്ല. എന്താ ചെയ്യുന്നത്? പല ഗ്രൂപ്പുകളായിട്ട് നിങ്ങൾ തന്നെ അസൈൻ ചെയ്തിട്ട് അല്ലെ? നിങ്ങളുടെ ഓരോരുത്തരുടെ ഗ്രൂപ്പുകളായിട്ട് അസൈൻ ചെയ്തിട്ട് എന്താക്കും? നടത്തും അല്ലെ? എന്നിട്ട് അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ എന്താക്കാം? അവരെ ചെയ്യും അല്ലെ? അപ്പൊ എന്താവും? പ്രോഗ്രാം എന്താവും? സക്സസ്ഫുൾ ആവും അല്ലെ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഇപ്പം നിങ്ങൾ പറഞ്ഞ കുറെ ഗ്രൂപ്പ് ഉണ്ടാവും, കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ? അറേഞ്ച്മെന്റ് ചെയ്യും, കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് സക്സസ്ഫുൾ ആവുന്നത്? ഒരു കൂട്ടായ്മ, അവരൊക്കെ എല്ലാവരും കൂടി അല്ലെ? ഒറ്റ ഒരു ലക്ഷ്യം വെച്ച് പ്രോഗ്രാം സക്സസ്ഫുൾ ആവണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് എന്താക്കണേ? നിങ്ങൾ വർക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? നല്ലൊരു കളർഫുൾ ഫ്രഷേഴ്സ് പാർട്ടി ആയിട്ട് നമ്മൾ നടത്തും അല്ലെ? ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ കൂട്ടായ്മ അല്ലെ ഈ ഒരു കാര്യത്തിന് എന്ത് പറയുന്നത്? കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? കോർഡിനേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ഫങ്ഷൻസ്? പ്ലാനിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് അല്ലെ? ഈ 5 കാര്യങ്ങളിലേക്കും എന്ത് വേണം? കോർഡിനേഷൻ വേണം അല്ലെ? ഈ 5 കാര്യങ്ങളിലേക്കും എന്ത് വേണം? കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കോർഡിനേഷൻ എന്താ പറയുന്നത്? എസൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ. എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കോർഡിനേഷനെ പറയുന്നത്. അപ്പൊ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല, നമ്മൾ എടുക്കാൻ പോകുന്നത് കോർഡിനേഷൻ എന്നുള്ള പോർഷൻ ആണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള കോർഡിനേഷൻ. ഓക്കെ. അപ്പൊ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോർഡിനേഷൻ ഈസ് orderly arrangement of dissimilar group of activities to attain a common goals of an organization. അതായത് എന്താണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? is a orderly arrangement of dissimilar group of activities. അതെന്താ പറയുന്നത്? വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലെ? സിമിലർ അല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും ഒരു ഓർഗനൈസേഷനിൽ. ആ ആക്ടിവിറ്റീസിലേക്ക് എന്താക്കാണ്? ഓരോ ഓർഡറിൽ, ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എന്താക്കുക? ടു അറ്റൈൻ കോമൺ ഗോൾസ് ഓഫ് എ ഓർഗനൈസേഷൻ.
ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ ഡിഫറെന്റ് ആക്ടിവിറ്റീസിനെ എന്താക്കുക ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ട് എന്താക്കുക അത് സക്സസ്ഫുൾ ആവും. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഫ്രഷേഴ്സ് പാർട്ടി നടത്തുന്നുണ്ടല്ലേ, അപ്പൊ നിങ്ങൾ പറഞ്ഞ കുറെ ഗ്രൂപ്പുകളുണ്ട്, കുറെ പിന്നെ സബ് ഗ്രൂപ്പും ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് തിരിച്ചു. ഇപ്പൊ സൗണ്ട് ഉണ്ടാവും, അതുപോലെ കൾച്ചറില് അല്ലെ, സ്റ്റേജ് ഡെക്കറേഷൻ, റീഫ്രഷ്മെന്റ് അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ നല്ല രീതിയിൽ അല്ലെ പരസ്പര സഹകരണത്തോടെയും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ എന്താക്കുന്നത് സക്സസ്ഫുൾ ആവുന്നത്. ഈ ഒരു ഇതിനെ പറയുന്നത് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ? കോർഡിനേഷൻ എന്താണെന്നുള്ളത് ആകാശ് വായി ഫസ്റ്റ് സെന്റൻസ്. It is the process of achieving unity of action among interdependent activities and departments of organization to accomplish organizational goals. Yes, very good. എന്താണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്? എന്താണ്? It is the process of achieving unity of action അല്ലേ? എന്താണ്? Interdependent activities and department of organization to accomplish organization goals. അതെന്താ പറയുന്നത്? ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും? ഫിനാൻസ്, സെയിൽസ്, പർച്ചേസ്, HR, പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഏതൊക്കെയുണ്ട്? ഇതിലും കൂടുതൽ ഉണ്ടാവും അല്ലേ? സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, ഫിനാൻസ്, HR അല്ലേ? കുറെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലേ? അവിടെയൊക്കെ വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലേ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും സെയിൽസ് ഡിപ്പാർട്ട്മെന്റില് അല്ല, വ്യത്യസ്തമായിരിക്കും അല്ലെ? വ്യത്യസ്തമായിരിക്കും. ഇതുപോലെ എന്തുണ്ടാവും? എല്ലാ ഡിപ്പാർട്ട്മെന്റ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ? ഇന്റർ കണക്റ്റഡ് അല്ലേ? എങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് ആവുന്നത്? അല്ല, കോർഡിനേഷനിലൂടെ ശരിയാണ്. പക്ഷെ എങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് ആവുന്നത് ഈ ആക്ടിവിറ്റീസ് ഒക്കെ? എങ്ങനെ? ഒറ്റ കോമൺ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എന്താണ്, ഇപ്പം സെയിൽസ് നടക്കുമ്പോൾ, സെയിൽസ് കൂടുതലായി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്താക്കും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ അപ്രോച്ച് ചെയ്യും. എന്തിന്? പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. യെസ്. അപ്പൊ ഇത്തരത്തിൽ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പം നല്ല രീതിയിൽ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ബിസിനസ് സ്മൂത്ത് ആയിട്ട് നല്ല റണ്ണിങ് ആയിട്ട് പോകും അല്ലെ? സ്മൂത്ത് ആയിട്ട് റണ്ണിങ് ചെയ്യും അല്ലെ? മറ്റേതെന്താവും? സെയിൽസ് കൂടി അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചില്ല, അപ്പൊ എന്താവും? ഷോർട്ടേജ് വരും അല്ലെ? സ്റ്റോക്കിന്റെ ഷോർട്ടേജ് വരും, പ്രൊഡക്റ്റിന്റെ ഷോർട്ടേജ് വരും അല്ലെ? അത് ബിസിനസ് എന്താക്കും? ബാധിക്കും. അപ്പം അത്തരത്തില് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ് ആക്ടിവിറ്റീസും ഡിപ്പാർട്ട്മെന്റും തമ്മിൽ. അതിനൊക്കെ എന്താ ഹാർമോണൈസ് ചെയ്ത് പോകുന്നത് പറയുന്നത് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷന് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും അല്ലെ? അപ്പം അതിൽ ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത ആള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. ആരാണ്? ഹെൻറി ഫയോർഡ് അല്ലെ? ഹെൻറി ഫയോർഡ് ആരാണ്? അദ്ദേഹം എന്താണ് കോമേഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്, മാനേജ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്താണ്? നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ ക്രോഷ്മാൻ പഠിക്കുന്നില്ലേ? അതിൽ പഠിക്കുന്നില്ലേ? എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യണത്? എങ്ങനെ? 14 പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തത് അല്ലേ? ഹെൻറി ഫയോർഡ് ആരാണ്? അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. അതുപോലെ എന്താണ്, അദ്ദേഹം ജനിച്ചത് തുർക്കിയിലാണ്, ഇസ്താംബുളിലാണ്. പിന്നീട് അദ്ദേഹം എന്താണ് വർക്കുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിലേക്ക് മാറി അവിടെ ഒരു മൈനിങ് കമ്പനിയിൽ എഞ്ചിനീയർ വർക്ക് ചെയ്തതാണ് ഹെൻറി ഫയോർഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അദ്ദേഹത്തിന് എന്ത് പറയുന്നത്? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ്, പിന്നെ മാനേജ്മെന്റ്, പിന്നെ അതുപോലെ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് അല്ലെ? അല്ലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറയും ഹെൻറി ഫയോർഡിനെ. അപ്പം അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് എന്തായിട്ടുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ്? 14 ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇക്വിറ്റി, സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്,
subordination of individual interest to general interest. Then order, okay. Remuneration of personnel. Esprit de group, scalar chain, initiative. Direct node ഉണ്ട്. അത് നോക്ക്. വെരി ഗുഡ്. സ്റ്റെബിലിറ്റി ഓഫ് നമ്പർ ഓഫ് പേഴ്സണൽ അല്ലേ? 14 ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക്, രണ്ട് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, മൂന്ന് ഡിസിപ്ലിൻ, നാല് യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, then 6 subordination of individual interest to general interest, remuneration of personnel, then centralization and decentralization, scalar chain, order, equity, initiative, stability of number of personnel, esprit of state. നിങ്ങൾക്ക് റോഷനെ പഠിച്ചിട്ടില്ലേ? ഓക്കേ ആണ് അല്ലേ? അപ്പോൾ അദ്ദേഹം എന്തായിട്ടുണ്ട്? ഈ കോർഡിനേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കേ? അപ്പോൾ ശ്രേയസ് എഴുതി വായിക്കും. എന്താണ് എന്റർപ്രൈസോട് ഡിഫൈൻ ചെയ്തത്? To coordinate to harmonize all the activities of a process in order to facilitate its working and its success. ഓക്കേ, വെരി ഗുഡ്. അപ്പോൾ എന്താണ് ഹെൻറി ഫോർഡ് എന്താ പറഞ്ഞത്? To coordinate the whole to harmonize all the activities of a person in order to facilitate its work and its success. അതായത് എന്താ പറയുന്നത്? അപ്പം ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ വർക്കിലും അദ്ദേഹത്തിന്റെ സക്സസ്ഫുള്ളും എന്താണ് അതിനെ പ്രതിപാദിക്കുന്നത്? അദ്ദേഹത്തിന്റെ വർക്കുകളെ ഹാർമോണൈസ് ചെയ്യുമ്പോഴാണ് എന്താക്കുന്നത് ആ റിസൾട്ട് നമുക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ വർക്കുകളെയും അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ ആണെങ്കിലാണ് അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് ഹാർമോണൈസ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? അദ്ദേഹം എന്താക്കുന്നത് അത് അച്ചീവ് ചെയ്യുന്നത്. അതാണ് ആര് പറഞ്ഞത്? ഹെൻറി ഫയോർഡ് പറഞ്ഞത്. ഇനി അടുത്തതായി പറഞ്ഞ വേറൊരു വ്യക്തിയാണ് മൂണി ആൻഡ് റാലി. അഭിജിത്ത് Coordination is the orderly arrangement of group effort to provide unity of action in pursuit of a common purpose. Yes, very good. എന്താണ് മൂണി ആൻഡ് റാലി എന്ന് പറയുന്നത്? റാലി എന്ന് പറയുന്നത് it's a orderly arrangement of group efforts അല്ലേ? To provide unity of action in pursuing common purpose അല്ലേ? എന്താണ് ഒരു ഓർഗനൈസേഷന് കോമൺ പർപ്പസ് ഉണ്ടാവും അല്ലേ? കോമൺ പർപ്പസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഗോൾസ് ഉണ്ടാവും. ആ ഗോൾസിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുക? ആ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനൊക്കെ എന്താക്കുക? അറേഞ്ച് ചെയ്യിപ്പിക്കുക. അതുപോലെ ഒരു യൂണിറ്റ് കൊണ്ടുവരിക അല്ലേ? ഒരു യൂണിറ്റ് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? സക്സസ്ഫുൾ ആവും. ആ ഗോൾസ് എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അദ്ദേഹം അതാണ് പറയുന്നത്. ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് യൂണിറ്റ് ഓഫ് ആക്ഷൻ കൊടുക്കുക, എന്നിട്ട് എന്താക്കുക? അത് അച്ചീവ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. ആ കമ്പനിയുടെ ഗോൾസിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനെ എന്തൊക്കെ ഫോളോ ചെയ്യുക. അതാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇപ്പൊ കോർഡിനേഷൻ എന്താന്ന് അറിയില്ലേ? സംശയം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ ആണ്. ഓക്കെ. ഇനി ഞാൻ രണ്ട് ഗ്രൂപ്പ് ആക്കും. ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്. എനിക്ക് രണ്ട് ലീഡേഴ്സിനെ വേണം. ഇവിടുന്ന് ഒരാള് ലീഡർ ആയിട്ട് നിൽക്കണം. ആരാവും? അല്ല, ഞാൻ വിളിക്കണോ? ഞാനായിട്ട് വിളിക്കണോ? അഥവാ സ്വയം മുന്നോട്ട് വരിക? സാറെന്ത് അഭിജിത്ത് ഈ ഗ്രൂപ്പ് ലീഡേഴ്സ് രണ്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ഇത് പറഞ്ഞു കൊടുക്കാം. സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. അവിടെ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സിനും പറഞ്ഞു കൊടുക്കാൻ ലീഡർ. ശബ്ദം ഉണ്ടാക്കരുത്. ചെറിയ രീതിയിൽ ഗ്രൂപ്പ് 1 പറഞ്ഞത് നമ്മൾ വിശദീകരിക്കാം. ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് 1 പറഞ്ഞത് എന്താണ്? ഹൗ ടു കണ്ടക്ട് എ സ്പോർട്സ് മീറ്റിംഗ് യുവർ സ്കൂൾ അല്ലേ? നമ്മളെ മോഡൽ സ്കൂളിൽ എങ്ങനെ ഒരു സ്പോർട്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. നിങ്ങളാണ് എന്താക്കുന്നത്? അത് കണ്ടക്ട് ചെയ്യണത്. എങ്ങനെ കണ്ടക്ട് ചെയ്യാം, എന്തൊക്കെ വേണ്ടി വരും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്.
ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ എന്താക്കാം മനസ്സിലാക്കാം എന്താണ് സംഗതി എന്നുള്ളത്. അതില് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരാൻ കാരണമെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് ചിന്തിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും അറിഞ്ഞോ? കാര്യങ്ങൾ അറിഞ്ഞോ? ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഡിസ്കസ് ചെയ്തോ? ഡിസ്കസ് ചെയ്തേ? സാർ ലീഡർ എന്താ ഡിസ്കസ് ചെയ്തോ? ആ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ഗ്രൂപ്പ് 2 റെഡിയാണോ? ഓക്കെയാണ്. ശ്രദ്ധിക്ക, ഇവിടെ ശ്രദ്ധിക്ക. ഗ്രൂപ്പ് 1ന്റെ എന്താണ് എങ്ങനെ ഒരു സ്പോർട്സ് മീറ്റ് നടത്താന്നുള്ളതാണ് ഗ്രൂപ്പ് 1ന്റെ. രണ്ടാമത്തെ ഒരു പിക്ചർ കൊടുത്തൊക്കെയാണ്. ആ പിക്ചർ വെച്ചിട്ട് അവർ അനലൈസ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം. അപ്പൊ ഗ്രൂപ്പ് 1 പറയാം എന്തൊക്കെയാണ് നിങ്ങൾ എങ്ങനെ ഒരു സ്പോർട്സ് മീറ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം സ്കൂളില്. ഗ്രൗണ്ട് അറേഞ്ച് ചെയ്യണം. മെഡിക്കൽ അറേഞ്ച്മെന്റ്സ് വേണം. അതെ, മെഡിക്കൽ അറേഞ്ച്മെന്റ് വേണം. ജഡ്ജസ് വേണം. എക്യുപ്മെന്റ്സ് വേണം. എങ്ങനെ പ്ലേയേഴ്സ് വേണം. ഓക്കെ, പിന്നെ എങ്ങനെ റിഫ്രഷ്മെന്റ്. ഓക്കെ, റിഫ്രഷ്മെന്റ് വേണം അല്ലേ? പ്ലേയേഴ്സിന് റിഫ്രഷ്മെന്റ് വേണം. പിന്നെ എങ്ങനെ ഓഡിയൻസ് അറേഞ്ച്മെന്റ് ചെയ്യണം. പിന്നെ കോച്ചും മെഡിക്കലൊക്കെ ഓക്കെ അല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇതിനൊക്കെ പുറമെ നമുക്ക് എന്ത് വേണം? സ്കോഡല്ല, ഇതിനൊക്കെ പുറമെ നമുക്കൊരു ഗ്രൂപ്പ് വേണ്ടേ അല്ലെ? നമ്മൾ 4 ഹൗസ് ആയിട്ട് 4 ഗ്രൂപ്പ് ആയിട്ടല്ലേ നമ്മൾ എന്തായാലും സ്പോർട്സ് മീറ്റ് ചെയ്യില്ലേ അല്ലെ? 4 ഗ്രൂപ്പ് വേണം. ആ ഗ്രൂപ്പുകളിൽ മത്സരാർത്ഥികൾ ഉണ്ടാവും. അവരെ ലീഡ് ചെയ്യണം. ഇതുപോലെ ലീഡ് ചെയ്യുന്ന ആൾക്കാർ വേണം അല്ലെ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ? ഒക്കെ ഓക്കെയാണ്. റിഫ്രഷ്മെന്റ് വേണം, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വേണം, അറേഞ്ച്മെന്റ്സ് ചെയ്യണം അല്ലെ? ജഡ്ജസ് വേണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇതൊക്കെ എന്താ വരുന്നത്? ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ് എന്ത് വരുന്നത്? ഇത് വരുന്നത് അല്ലെ? കുറെ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഉണ്ടാവും റിഫ്രഷ്മെന്റ് ടീം ഉണ്ടാവും അല്ലെ? അതുപോലെ പിന്നെ ഉണ്ടാവും ഗ്രൗണ്ട് അറേഞ്ച് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഉണ്ടാവും അല്ലെ? ഇവരൊക്കെ എന്തൊക്കെയാണ് ഒരുമിച്ച് കൂടിയിട്ടാണ് എന്തൊക്കെയാണ് ഈ സംഗതി, ഈ ഒരു സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ഇവര് പറഞ്ഞത്. പിന്നെ ഗ്രൂപ്പ് 2ന്റെ ലീഡർ അഭിജിത്ത്. First question, what problem do you observe in the cartoon? ഈ കാർട്ടൂണില് റെയിൽവേ പാളം പണിയുന്നുണ്ട്. രണ്ട് കോൺട്രാക്ടേഴ്സിനും ധാരണ ഇല്ലാത്തതുകൊണ്ട് റെയിൽവേ രണ്ട് വഴിക്കായി പോകും. അതെ, ഒരു ട്രാക്ക് ഒന്ന് ഇങ്ങനെ വരുന്നു, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റേ ട്രാക്ക് വരുന്നു അല്ലേ? പരസ്പരം ബന്ധിപ്പിക്കുന്നില്ല. ഓക്കെ. Second question, what will be the reason for such problems? അതായത് കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട്. അതെ, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. Third question, how can we
we avoid such problem if such problem arise in an organization. ഈ സംസാരിച്ച ഒരു ധാരണ എത്തുക, ഒരു കോർഡിനേഷനോടെ ചെയ്താൽ തന്നെയാണ് ഈ പ്രോബ്ലം മാറ്റാൻ കഴിയുള്ളൂ, ഒരേ രീതി വരുള്ളൂ. അഥവാ കോർഡിനേഷൻ ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ചെയ്ത പ്ലാനും തെറ്റും, ചെയ്ത പ്രോജക്ട് മുഴുവനോടത്ത് ഫുള്ള് പോകാതെ. വെരി ഗുഡ്. അപ്പൊ എന്താണ് അപ്പൊ അതിൽ തന്നെ ആ കാർട്ടൂണിൽ എന്താ കാണിക്കുന്നത്? 2 റെയിൽവേ ട്രാക്ക് പരസ്പരം കണക്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണത്? ഒരു പ്രോപ്പർ ആയിട്ട് പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് എന്താക്കുന്നത് അത് സംഭവിച്ചു പോയത് അല്ലേ? എന്തായി? അതുകൊണ്ട് എന്തായി? അതുവരെയുള്ള അതിന്റെ ഫണ്ടും കാര്യമൊക്കെ നമുക്ക് നഷ്ടമായി പോയത്, ലോസ് ആയി പോയല്ലേ? എന്തുകൊണ്ടാണ്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അതോടെ അങ്ങനെ ആയത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇനി അത് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ ആണ്, കോർഡിനേഷന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പം ഇത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ആദ്യം സാരത്തിന്റെ എന്തൊക്കെ പറഞ്ഞു? നമ്മള് ഒരു സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യുന്നു, അതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മള്? ഗ്രൂപ്പ് ലെവലിൽ നമ്മൾ എന്താക്കുന്നത്? ഒരു കോർഡിനേഷൻ കൊണ്ടുണ്ടല്ലേ? അപ്പം ഇന്റഗ്രേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്സ് അല്ലെ? 4 ഗ്രൂപ്പ് ആക്കുന്നു, ആ ഗ്രൂപ്പുകളിലെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്തിട്ട് എന്താക്കുന്നത്? ആ ഒരു സ്പോർട്സ് മീറ്റ് നല്ല രീതിയിൽ നമ്മൾ എന്താക്കുന്നത്? സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നു അല്ലെ? നടത്തുന്നുണ്ട്. അതുപോലെ ഒരു യൂണിറ്റി എന്ത് വരണം? സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യണം അല്ലെ? ഈ സ്കൂളിലെ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസിലുള്ള കുട്ടികളും അതുപോലെ ടീച്ചേഴ്സും എല്ലാവരും കൂടി എന്താണ് ഒരേ മനസ്സോടെ കൂടി ഒരേ രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ എന്താവുള്ളൂ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എല്ലാവരും സഹകരിക്കണ്ടേ? ഇപ്പം കുറച്ചാളുകൾ എന്തായാലും പാർട്ടിസിപ്പേഷൻ ചെയ്യും. പക്ഷെ അതിലുപരി എന്ത് വേണം? ഓഡിയൻസ് നമുക്ക് എന്ത് വേണം? വേണം അല്ലെ? അതിന്റെ ഭാഗമാണ് മറ്റുള്ള കുട്ടികൾ. അപ്പൊ 2 കൂട്ടരും കൂടി പരസ്പരം സഹകരിച്ചെങ്കിൽ മാത്രമേ എന്താവുള്ളൂ അത് വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ട് മാറുള്ളൂ അല്ലെ? അപ്പൊ എന്തൊക്കെ വേണം? ഇന്റഗ്രേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്സ്. സെക്കൻഡ് വൺ, എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. ഒരു യൂണിറ്റി കൊണ്ടുവരണം അല്ലെ? ഇനി മൂന്നാമത്തത് ഇവരതാണ്. ഗ്രൂപ്പ് 2ന്റെ എന്താണ് പറയുന്നത്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് എന്തായി? 2 ട്രാക്കും എന്തായി? 2 വഴിയിലല്ലേ? പരസ്പരം എന്താ കണക്ട് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ് കോർഡിനേഷൻ ആണ് അല്ലെ? എന്തുകൊണ്ടാണ്? അത് രണ്ട് ആളുകൾ ചെയ്യുന്നുണ്ട്, 2 കോൺട്രാക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തായില്ല അത് പരസ്പരം കണക്ട് ചെയ്തില്ല അല്ലെ? ഡിഫറെന്റ് ആയിട്ട് പോയി അല്ലെ? 2 വേരിയേഷൻ വന്നു പ്രോജക്റ്റിൽ അല്ലെ? അപ്പം ഇത്തരത്തിലുള്ള ഇത് ഈ വരാൻ കാരണം എന്താണ്? പരസ്പരം ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ എന്ത് ചെയ്യില്ല? കണക്ട് ചെയ്തില്ല അല്ലെ? പരസ്പരം ഡിപ്പാർട്ട്മെന്റുകൾ കണക്ട് ചെയ്തില്ല. അത് നമ്മൾ എന്താ പറയും? പെർവാസീവ് ഫംഗ്ഷൻ എന്നാ പറയാ. പെർവാസീവ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ കണക്ട് ചെയ്തല്ല, യൂണിവേഴ്സലി നമ്മൾ എന്താ അപ്ലൈ ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് എന്നത് അതങ്ങനെ വന്നത്. പിന്നെ അതുപോലെ എന്താണ്? ഈ ഒരു പ്രൊജക്ട് തുടങ്ങിയിട്ട് അത് കണ്ടിന്യൂസ് ആണോ അതോ അത് നിൽക്കുവോ? ഇങ്ങനെ പ്രൊജക്ട് തുടങ്ങിയത് കണ്ടിന്യൂസ് ആണോ നിൽക്കുവോ? കണ്ടിന്യൂസ് ആവൂലേ? അത് വർക്ക് തീരുന്നവരെ കണ്ടിന്യൂസ് ആണ് അല്ലെ? വർക്ക് അതിന്റെ ഫൈനൽ വരെ എന്താണ്? അത് കണ്ടിന്യൂസ് ആണ്. അപ്പം കോർഡിനേഷൻ എന്ത് വേണം? ബിഗിനിങ് മുതൽ അല്ലെ എൻഡ് വരെ വേണം. അത് കണ്ടിന്യൂഷൻ ആണോ? ഒരിക്കലും ഇതൊരു സ്പെസിഫൈഡ് ടൈമോ പീരിയഡോ ഇല്ല. അതായത് ഒരു ഓർഗനൈസേഷന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്ലാനിങ് അറിയാലോ? ഫംഗ്ഷൻ ഫസ്റ്റ് പ്ലാനിങ് ആണ്. പ്ലാനിങ് മുതൽ കൺട്രോളിങ് വരെ എന്ത് വേണം? ഈ കോർഡിനേഷൻ വേണം. ഇതെന്താണ്? ഒരു സൈക്ലിക് പ്രോസസ് ആണ് അല്ലെ? സൈക്ലിക് ആണ്. അതെന്താണ്? അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? നെവർ എൻഡിങ് ആണ്. എന്താണോ നമ്മുടെ ഓർഗനൈസേഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അന്നായിരിക്കും എന്ത് വരിക? അത് സ്റ്റോപ്പ് ചെയ്യല്ലേ? അതുവരെ നമുക്ക് എന്ത് വേണം? കോർഡിനേഷൻ വേണം. ഓക്കെ. ഇനി എനിക്കൊരു 5 പേരെ വേണം. 5 പേരെ, 5-6 പേരെ. ആരെങ്കിലും സ്വയമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന വരിക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഒന്നില്ല, ചെറിയൊരു റോൾ പ്ലേ നടത്താനാണ്. റോൾ പ്ലേ ഹരീഷ് ആരെങ്കിലും അക്ഷയോ
ആദ്യത്തെ ഞാൻ താല്പര്യം ഒരാളോടും വേണം. ആരാണ്? വാസുവോ? വാസുവോ? ഏറ്റവും ഐഡിയ ആരാണ്? ഹൈറ്റ് കുറഞ്ഞ ആളാണ്. ഓക്കെ, ഇതില് എന്താ ചെയ്യുന്നത് വെച്ചാല് വാസ്റ്റ് ലാസ്റ്റ് ഇവിടെ സെന്ററിലേക്ക് എല്ലാരും വാസുവിനെ കാണുന്നില്ലേ? വാസുവിന്റെ കാർഡ് കാണിച്ചു കൊടുക്കുക. എല്ലാവരും വായിക്കാൻ പറ്റുന്നുണ്ടോ? മാനേജിംഗ് ഡയറക്ടർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് അക്ഷയ്. അക്ഷയ് കുറച്ച് ഫ്രണ്ടിലേക്ക് വാ. കവർ ചെയ്യല്ലേ? അക്ഷയന്റെ എന്താണ് വായിക്കുക? ഹരീഷ് വാ. ഈ സൈഡില് എന്താണ്? വെരി ഗുഡ്. ഇനി ആരോമല് ആ സൈഡിലാണ്. ഒന്നിച്ച് കാണിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇതെന്താണ്? സൂപ്പർവൈസർ. ഇതെന്താ ഹൈറാർക്കിയാണിത്? അല്ല, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. വെരി ഗുഡ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലെ? ഇതിൽ ആരാണ് ടോപ്പ് ലെവലിലുള്ളത്? വാസു. എന്താണ്? മാനേജിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ. രണ്ടാമത് ലോവർ ലെവൽ ആരാണ്? ലോവർ ലെവലില് സൂപ്പർവൈസർ. ആരാണ് ഇതിന്? ആര്യൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് മിഡിൽ ലെവൽ ആരൊക്കെ ആയിരിക്കും? ആരോമല്, അക്ഷയ്, ഹരീഷ് അല്ലെ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്? പർച്ചേസ് അല്ലെ? ഇവരൊക്കെ എന്താണ്? ആ ഡിപ്പാർട്ട്മെന്റിലെ മാനേജേഴ്സ് ആണ്. ആര്? അക്ഷയ് ഏതാണ്? പർച്ചേസ് ആണ്. ആരോമല് ഫിനാൻസ്, ഹരീഷ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാനേജർ ആണ് അല്ലെ? അപ്പം ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ നടക്കും. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഹൈറാർക്കിയാണ് മനസ്സിലായില്ലേ? ഒരു ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഒരു ഓർഗനൈസേഷനിലെ കോർഡിനേഷൻ വരുമ്പോൾ ഇവര് പരസ്പരം കോർഡിനേഷൻ വേണ്ടേ അല്ലേ? എന്തായിരിക്കും? എന്തിനാണ് ഇത് വരണം പറഞ്ഞത്? കോർഡിനേഷൻ വരണം പറഞ്ഞത് മുന്നോട്ട് പോകാൻ അല്ലെ? അതെന്താണ്? ഇപ്പം ഇവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ആരോട് കോണ്ടാക്ട് ചെയ്യണം? റോ മെറ്റീരിയൽസ് ആരോട് മേടിക്കണം? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണം. ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആരറിയിക്കണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണം അല്ലെ? അവര് ഫിനാൻസ് അലോക്കേറ്റ് ചെയ്യും അല്ലെ? ഓക്കെ അല്ലേ? ഇത്തരത്തിൽ കണക്ട് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ആരറിയിക്കണം? MD, മാനേജിന്റെ ക്ലാസ്. കാരണം വാസു ആണ് എന്ത്? ഹൈ ലെവൽ ടോപ്പ് അതോറിറ്റി ആയിട്ട് വാസു ആണ്. ഇപ്പൊ വാസുവിനെ അറിയിക്കണം കാര്യങ്ങളൊക്കെ അല്ലെ? ഇനി വാസു എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിലെ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടോപ്പ് ലെവലിലെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലാനിങ്. എന്ത് പ്ലാനിങ് ചെയ്യണം? അതന്നെ എന്തൊക്കെ ഉണ്ടാവും? ടോപ്പ് ലെവലിൽ എന്തൊക്കെയാണ് ചോദിക്കുക? എന്താ ഫ്രെയിം ചെയ്യേണ്ടത്? ബിസിനസ് പോളിസി ഫ്രെയിം ചെയ്യണം. ഓക്കെ, പിന്നെ എന്ത് വേണം? ഡിസിഷൻ ടേക്കൽ. അതെ, ഡിസിഷൻ എടുക്കുന്ന ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ? അതൊക്കെ ആരാണ്? വാസുവിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മിഡിൽ ലെവലിലേക്ക് അവരുടെ ഉത്തരവാദിത്തം എന്താണ്? അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ടോപ്പ് ലെവലും ലോവർ ലെവലും തമ്മിൽ എന്തൊക്കെയാ? ബൈൻഡ് ചെയ്യിപ്പിക്കും അല്ലെ? തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവലാണ്. ടോപ്പ് ലെവലും ലോവർ ലെവൽ അല്ലെ ബോട്ടം ലെവലിനെ കണക്ട് ചെയ്യുന്ന ആരാണ്? മിഡിൽ ലെവലാണ് അല്ലെ? ഇപ്പം ആദിത്യൻ സൂപ്പർവൈസർ ആദിത്യനെയും അതുപോലെ വാസുവിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവലിലുള്ള ആളുകളാണ് എന്തൊക്കെ കണക്ട് ചെയ്യുന്നത്.
അതായത് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാണ്? വാസുവാണ്. എന്നാൽ അതായത് മാനേജിംഗ് ഡയറക്ടർ. എന്നാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണ്? പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണ്? ഇവിടെ പറഞ്ഞാലോ മിഡിൽ ലെവൽ. വെരി ഗുഡ്. മിഡിൽ ലെവലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ടോപ്പ് ലെവല് എന്താവും? ഫ്രെയിം ചെയ്യും. ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിഡിൽ ലെവൽ ആയിരിക്കും. അത് സക്സസ്ഫുൾ ആയി റൺ ചെയ്യുന്ന ആരായിരിക്കും? ലോവർ ലെവലിലായിരിക്കും നടക്കുക. ഓക്കെ, ഇതാണിത്. ഇതിന് കോർഡിനേഷൻ വേണോ വേണ്ടേ? വേണം അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ പറയാ പെർവാസീവ് ഫംഗ്ഷന് എന്ത് പറയാ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ എന്ത് വേണം? ഈ മാനേജേഴ്സിനൊക്കെ എന്തുണ്ട്? മാനേജേഴ്സിനൊക്കെ എന്തുണ്ടാവും? അവർക്ക് ഡ്യൂട്ടി ഉണ്ട് അല്ലെ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതൊക്കെ എന്താണ്? കറക്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്തുള്ളൂ കോർഡിനേഷൻ നടക്കുള്ളൂ അല്ലെ. അപ്പൊ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ കോർഡിനേഷന്റെ ഫീച്ചർ എന്താണ്? എല്ലാ മാനേജ്മെന്റ്സിനും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി കൊടുക്കും അല്ലെ. അത് കറക്റ്റ് അവർ ചെയ്യണം. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫീച്ചേഴ്സ് ഓക്കെ അപ്പൊ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്ട് അല്ലേ. എന്താണ്? വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യല്ലേ. എല്ലാ ഗ്രൂപ്പ് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. നമ്മള് ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗനൈസേഷൻ പറഞ്ഞാല് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്? ഫിനാൻസ്, പർച്ചേസ്, പ്രൊഡക്ഷൻ അല്ലേ. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇന്റഗ്രേറ്റഡ് എന്താണ്? കോർഡിനേഷൻ ആണ്. അപ്പൊ ഒരു ഫീച്ചർ എന്താണ്? ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ്. ഇനി സെക്കൻഡ് വൺ എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ അല്ലേ. നമ്മള് സ്പോർട്സ് മീറ്റ് കണ്ടിട്ട് പറഞ്ഞല്ലേ, എല്ലാവരുടെയും ഒരു യൂണിറ്റി വേണം അല്ലേ. എങ്കിൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇവന്റ് എടുക്കുള്ളൂ. ഇതുപോലെയാണ് ഒരു ഓർഗനൈസേഷന്റെ കാര്യത്തിലും. പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, പല പൊസിഷൻസ് ഉണ്ടാവും, എല്ലാവരും കുറെ ആളുകൾ ഉണ്ടാവും. അവരൊക്കെ എന്താണ്? യൂണിറ്റി ആണ് അല്ലെ. എങ്കിൽ മാത്രമേ ഗോൾസ് അച്ചീവ് ചെയ്യൂ അല്ലെ. അപ്പൊ എൻഷുർ ചെയ്യും. എൻഷുർ എന്ത്? യൂണിറ്റി ഓഫ് ആക്ഷൻ. മൂന്നാമത് എന്താണ്? അതെ, നിൽക്കുന്നില്ലല്ലേ, സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കല്ലേ. എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ എൻഡ് വരെ അല്ലേ. ഒരു കമ്പനി ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ വൈൻഡ് അപ്പ് വരെ എന്ത് വേണം? കോർഡിനേഷൻ വേണം. നാലാമത്തത് ഓൾ പെർവാസീവ് ഫംഗ്ഷൻ അല്ലേ. ഓൾ പെർവാസീവ് ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ കാണിച്ചതില്ല. എന്താണ്? ഇവിടെ റോൾ പ്ലേ നടത്തിയില്ലേ? ലെവൽസ് ഓഫ് ലെവൽ എന്താണ്? പരസ്പരം കോർഡിനേഷൻ വേണം. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യണം. മനസ്സിലല്ലേ? പരസ്പരം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ പറയില്ലേ, മിഡിൽ ലെവലായാലും ടോപ്പ് ലെവലായാലും ലോവർ ലെവലായാലും അവരെന്താണ് അതാത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ബിസിനസ് നടക്കുള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് അതെ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ മാനേജേഴ്സിനും ഉണ്ട് ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ മാർക്കറ്റിംഗ് മാനേജർക്ക് എന്തായിരിക്കും റെസ്പോൺസിബിലിറ്റി? മാർക്കറ്റ് ചെയ്യല്ലേ. അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിന്റെ വേണ്ട ടെക്നിക്സും സ്ട്രാറ്റജിയും ഉപയോഗിക്കുക. അതൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും? മാനേജർക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യല്ലേ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനോ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, എന്തൊക്കെ വേസ്റ്റേജ് കുറയ്ക്കല്ലേ, നല്ല രീതിയിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്തൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ഇത്തരത്തില് ഓരോ ഡിപ്പാർട്ട്മെന്റും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഫണ്ട് അല്ലേ, ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. അതുപോലെ ഫണ്ട് എവിടുന്ന് ഫണ്ട് എത്ര വേണമെന്നും അത് എവിടുന്ന് റൈസ് ചെയ്യിപ്പിക്കാന്നുള്ള കാര്യങ്ങളാണ് എന്ത് വരുന്നത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തുണ്ട്? ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ. അത് അവര് എന്താക്കുക? ആ മാനേജർ എന്താക്കുക? ഫോളോ ചെയ്യല്ലേ. റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. ലാസ്റ്റ് വൺ ഡെലിബറേറ്റീവ് ഫംഗ്ഷൻ. ഡെലിബറേറ്റീവ് ഫംഗ്ഷൻ എന്താണ്? ഡെലിബറേറ്റ് ചെയ്യുക. ഇത് നമ്മുടെ അറിവോട് കൂടി, അതായത് നമ്മുടെ പൂർണ്ണ ബോധത്തോട് കൂടി നമ്മൾ ചെയ്യണം അല്ലെ. ഇപ്പൊ നിങ്ങൾ സ്പോർട്സ് മീറ്റ് നടത്തുമ്പോ നിങ്ങൾ എന്താ നിങ്ങള് ഇതിന് വേണ്ടി കൂടുതൽ എന്തുണ്ട്? പ്രയത്നിക്കുന്നുണ്ട്. അതെന്താണ്? നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അറിഞ്ഞുകൊണ്ട് സക്സസ്ഫുൾ ആണെന്ന് എക്സ്പീരിയൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. കോൺഷ്യസ് ആയിട്ട് അല്ലെ, ബോധപൂർവ്വം നിങ്ങൾ എന്താണ്ട് ഇതിന് വേണ്ടി രാവും പകലും നോക്കിയില്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എന്താണ്? ഒരു ഡെലിബറേറ്റീവ് ഫംഗ്ഷൻ ആണ് എന്ത് പറയുന്നത്?
കോർഡിനേഷൻ. മനസ്സിലായല്ലേ? നിങ്ങൾ എന്താക്കാണ്, നിങ്ങൾ ഡെലിബറേറ്റ് ചെയ്തിട്ടാണ് അത് കണ്ടക്ട് ചെയ്യുന്നില്ല അല്ലേ? നിങ്ങളൊരു സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യുക, അതൊരു ഫ്രഷേഴ്സ് പാർട്ടി കണ്ടക്ട് ചെയ്യാനെന്താണ് നിങ്ങൾ അതിന്റെ വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തൂലേ? കാര്യങ്ങൾ നടത്തും, ഗ്രൂപ്പ് തിരിക്കും, അറേഞ്ച്മെന്റ്സ് നടത്തൂലേ, കാര്യങ്ങളൊക്കെ ചെയ്യൂലേ? ഇതൊക്കെ എന്താണ് ഡെലിബറേറ്റ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ. ഓക്കെ, ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ആണ്. ഒരു കോർഡിനേഷനിൽ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഇനി അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയായിരിക്കും? എങ്ങനെ? എംപ്ലോയീസ് കൂടും, ഒരു കമ്പനി നടക്കുമ്പോൾ എംപ്ലോയീസ് കൂടും. എംപ്ലോയീസ് കൂടും, അപ്പൊ കോർഡിനേഷൻ ഇമ്പോർട്ടൻസ് കൂടും. അത് കമ്പനിയോട് ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഗ്രോത്ത് ചെയ്യുമ്പോൾ എന്താവും? അവിടെ എംപ്ലോയീസ് കൂടും. ഓക്കെ, എംപ്ലോയീസ് കൂടുമ്പോൾ കോർഡിനേഷൻ കൂടും. കോർഡിനേഷൻ കൂടുതലാണ്, അതോ കോർഡിനേഷൻ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് വരും. ഓക്കെ ഓക്കെ, അപ്പം നേരത്തെ പോലെ ഒരു 6 പേര് എനിക്ക് വേണം, 7 പേര് വരിക. താല്പര്യം നേരത്തെ ഒന്നും ആയിരിക്കും റോൾ പ്ലേ ചെയ്യാനാണ്. ഇഷ്ടമുള്ളവർ വരിക, അല്ലെങ്കിൽ അവരെ പിക്ക് ചെയ്യാം. ഇനി ആരെങ്കിലും വരാൻ താല്പര്യമുണ്ട്? ഗിരിധർ ശബ്ദം ഉണ്ടാക്കരുത്. അമൽ വാ. താല്പര്യമുള്ളവര് താല്പര്യമുള്ള ആരെയുണ്ടോ? താല്പര്യമുള്ള പേര് വരിക, അറിയാൻ വിളിച്ചു പേര് വിളിക്കും. താല്പര്യമുള്ള പേര് വരിക, ഞാൻ വിളിക്കാൻ നിൽക്കണ്ട, മറ്റേ അങ്ങനെ വിളിക്കേണ്ടി വരും. നേരത്തെ പോലെ ഏറ്റവും ഹൈറ്റുള്ള ആള് വരിക. ഹൈറ്റുള്ള ആള് ഇനി 4 പേര് 5 പേര് ലൈനായിട്ട്. അമല് ഏറ്റവും ഹൈറ്റ് പറഞ്ഞാൽ അമലല്ലേ? അമല് ഫ്രണ്ടിലേക്ക് പോകും. ഇപ്പൊ എന്താണ് ഫസ്റ്റ് ആൾ കൈ പൊന്തിക്കുക, കാർഡ് പൊന്തിക്കുക. എന്താണ്? മാനേജിംഗ് ഡയറക്ടർ ആണ്. പിന്നെയുള്ള ആളുകൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഗോവിന്ദ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അമല് സൂപ്പർവൈസർ അല്ലേ? ഇത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ? എല്ലാവർക്കും അറിയാലോ, ഹൈറാർക്കിക്ക് അറിയാലോ, എല്ലാം അറിയാം. ഓക്കെ, ഇനിയിപ്പം ശ്രേയസ് പറഞ്ഞ മാർക്ക് എന്താണ്? ഇനി ബിസിനസ്സിൽ എന്താണ് ഡിപ്പാർട്ട്മെന്റും ആളുകളും കൂടുകയാണ് അല്ലേ? അപ്പം എന്താണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വേണ്ടിരും? കൂടുതൽ എംപ്ലോയീസ് വേണ്ടി അല്ലേ? ഈ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? എംപ്ലോയീസിനെ അല്ല ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? എംപ്ലോയീസിനെ എങ്ങനെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആരോ പറഞ്ഞൂടെ? എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത് HR ആരാ പറഞ്ഞത്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? എംപ്ലോയീസിനെ ഹയർ ചെയ്തത് ഗിരിധർ. എന്താണ് HR ഡിപ്പാർട്ട്മെന്റ്? എന്തിനാണ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത്? ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ? പിന്നെ ബിസിനസ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് അപ്പൊ നമുക്ക് എന്താണ് വീണ്ടും എന്താക്കണം? ഒരു എന്ത് വരണം? നമുക്ക് കൂടുതൽ റീച്ച് കിട്ടണം. അപ്പൊ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിന് കൂടുതൽ വരുത്തി. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? നമ്മള്
കൂടുതൽ അഡ്വർടൈസിംഗ് കാര്യം കൊടുക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ കൂടുതലായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരോട് വാ, ഇതിൽ വാ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒന്നല്ലേ? ഇപ്പൊ എന്തായി? ഒരു HR ഡിപ്പാർട്ട്മെന്റ് വന്നു, ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും വന്നു അല്ലേ? ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് HR ഡിപ്പാർട്ട്മെന്റ് എത്ര ടോട്ടൽ ഡിപ്പാർട്ട്മെന്റ് ആയി? 5 ഡിപ്പാർട്ട്മെന്റ് ആയി മിഡിൽ അല്ലേ? അപ്പൊ എന്തായി? ആദ്യം 3 ആയിരുന്നു, പിന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തപ്പോ എന്തായി? വീണ്ടും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ് ഒന്നും സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളും എംപ്ലോയീസ് വരും അല്ലേ? ഈ എംപ്ലോയീസ് വരുമ്പോ ശ്രദ്ധിക്കുക, എംപ്ലോയീസ് വരുമ്പോ എന്തായിരിക്കും? എംപ്ലോയീസില് വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ ഉണ്ടാവുക അല്ലെ? എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടല്ലേ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അല്ലെ, ഹാബിറ്റ് ഉണ്ടാവും അല്ലെ? പക്ഷെ നമ്മള് ഒബ്ജക്റ്റീവ്സ് പഠിച്ചപ്പോൾ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് പഠിച്ചപ്പോൾ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് പഠിച്ചിരുന്നു അല്ലെ? പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്താ? സാലറി അല്ലെ? സാലറി, റിവാർഡ്, കമ്മീഷൻ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് അല്ലെ? എന്താണ്? ഒരു എംപ്ലോയിക്ക് പേഴ്സണലി ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ? എന്ത്? സാലറി കിട്ടണം, റിവാർഡ് കിട്ടണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പം അതും പ്ലസ് എന്താണ്? ഓർഗനൈസേഷൻ ഗോൾസിന്റെ എന്തൊക്കെ ബൈൻഡ് ചെയ്യുക, ഹാർമോണൈസ് ചെയ്യാൻ നമ്മൾ സാധാരണ പറയാറല്ലേ? അപ്പൊ ഇത്തരത്തില് വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡും ഹാബിറ്റ്സും ഉള്ള ആളുകളായിരിക്കും നമ്മളെ ഓർഗനൈസേഷനിലേക്ക് വരിക. അവരെ നമ്മൾ എന്താക്കണം? കോർഡിനേറ്റ് ചെയ്തിട്ട് എന്താക്കണം? അവരെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസും അല്ലെ ഇൻഡിവിജ്വൽ മോട്ടീവ്സും അതിൽ ഓർഗനൈസേഷൻ ഗോൾസും ആക്ടിവിറ്റീസും എന്താക്കണം? നമ്മള് കണക്ട് ചെയ്യണം അല്ലേ? എങ്കിൽ മാത്രമേ നമുക്കുള്ളൂ സക്സസ്ഫുൾ ആവുള്ളൂ അല്ലേ? അതായത് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം, അവരല്ലേ ഗൈഡൻസ് കൊടുക്കണം, ഡയറക്ഷൻ കൊടുക്കണം അല്ലേ? ഇത് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ഓർഗനൈസേഷന്റെ ഗോൾസ് എന്താണ്? അച്ചീവ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളാണ്. അപ്പം ശ്രേയസ് പറഞ്ഞ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് കൂടും, അതുപോലെ എംപ്ലോയീസ് കൂടും. ആ എംപ്ലോയീസിനെയൊക്കെ എന്താക്കും? നമ്മളെന്താക്കും? കണക്ട് ചെയ്യും അല്ലേ? കണക്ട് ചെയ്തിട്ട് എന്താവും? കോർഡിനേറ്റ് ചെയ്യും. ഇതിനെന്ത് പറയുന്നത്? ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ. ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഒന്നാമത്തത് ശ്രേയസ് പറഞ്ഞു എന്ത്? എംപ്ലോയി എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആണ് അല്ലെ? ഗ്രോത്ത് ഇൻ സൈസ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തതാണ് ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ അല്ലെ? അതുപോലെ ഇപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വന്നു അല്ലെ? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വന്നു, പല സ്ട്രാറ്റജികളും നോക്കും അവര് ഇംപ്ലിമെന്റ് ചെയ്യും അല്ലെ? അതുപോലെ തന്നെയാണ് റോ മെറ്റീരിയൽ, അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്തായിരിക്കും? പുതുതായിട്ടുള്ള മെഷീൻസ് ഒക്കെ എന്ത് ചെയ്യും? അഡോപ്റ്റ് ചെയ്യും അല്ലെ? അഡോപ്റ്റ് ചെയ്യും. അപ്പൊ അത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഫിനാൻസിലേക്ക് കോണ്ടാക്ട് ചെയ്യണം. അതുപോലെ എന്താണ്? ആ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജികൾ പഠിക്കണ്ടേ? പഠിച്ചിട്ട് അതിനനുസരിച്ച് എന്താക്കണം? പ്രവർത്തിക്കണം അല്ലെ? അപ്പൊ അതിനെന്ത് വേണം? കോർഡിനേഷൻ വേണം. അപ്പൊ അതെന്താണ്? സ്പെഷ്യലൈസേഷൻ അല്ലെ? പിന്നീട് നമ്മൾ കോർഡിനേഷന്റെ ആക്ടിവിറ്റീസ് പറഞ്ഞപ്പോൾ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്, 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? അതുപോലെ ഒരു ലോവർ ലെവലിൽ ഒരാളുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ ഇവരൊക്കെ എന്താണ്? വ്യക്തികളാണോ? ഡിപ്പാർട്ട്മെന്റ് ആണല്ല, ഇവരൊക്കെ വ്യക്തികളല്ലേ? വ്യക്തികളാണ് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ആയിട്ട് വ്യക്തികളായിട്ടുണ്ട്. അവരെന്താണ്? അപ്പൊ ഈ കോർഡിനേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഹ്യൂമൻ റിലേഷൻസിനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പം ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ആണ്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷനില് ഫസ്റ്റ് വൺ എന്താണ്? ശ്രേയസ് എന്താ പറഞ്ഞേ? ഗ്രോത്ത് ഇൻ സൈസ് അല്ലേ? സെക്കൻഡ് വൺ ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ. ഓക്കെ. തേർഡ് വൺ സ്പെഷ്യലൈസേഷൻ. ഫോർത്ത് വൺ ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റിലേഷൻസ് അല്ലേ? അപ്പം അടുത്തത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ എന്താണ്? 4 പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? സംശയം ഉണ്ടോ? ഗ്രോത്ത് ഇൻ സൈസ് എന്താ ഉദ്ദേശിക്കുന്നത്? കൂടുതൽ എംപ്ലോയീസ് ഹയർ ചെയ്യുന്നു, അവരെ കോർഡിനേറ്റ് ചെയ്യുക. ഫങ്ഷൻ ഡിഫറൻഷിയേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ കോർഡിനേറ്റ് ചെയ്യല്ലേ? മൂന്നാമത്തത് സ്പെഷ്യലൈസേഷൻ എന്താണ്? എങ്ങനെ? പറഞ്ഞോ, തെറ്റിന് ആവശ്യമില്ല. സ്പെഷ്യലൈസേഷൻ എന്താണ്? ഓരോന്ന് സ്പെഷ്യലൈസ്ഡ് ആണോ അല്ലേ? എന്തായിരിക്കണം? മോഡേൺ ടെക്നോളജിക്ക് വരുമ്പോൾ കഴിയുമ്പോൾ എന്താണോ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് എന്താണോ അത്
കണക്ട് ചെയ്യണം അല്ലേ, പരസ്പരം കണക്ട് ചെയ്യണം. നാലാമത് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റിലേഷൻ. എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുന്നത്? ഹ്യൂമൻ റിലേഷൻസ് ആണ് അല്ലേ. എങ്കിൽ മാത്രമേ ഓരോ വ്യക്തികളുടെയും പരസ്പര സപ്പോർട്ടിന്റെയും മാത്രമേ എന്താവുള്ളൂ ഇത് നമുക്ക് സാധ്യമാവുള്ളൂ അല്ലേ. അപ്പൊ ഇത്രയാണ് എന്ത് ഇമ്പോർട്ടൻസ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞാനൊരു കാർഡ് തരും. ഈ കാർഡിൽ നിങ്ങൾ എന്താക്കണം? ഇതിന് ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ ആണ്. ഈ കാർഡിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. നമ്മൾ പഠിച്ചില്ലേ 6 ഫീച്ചേഴ്സ് പഠിച്ച്. ആ 6 ഫീച്ചേഴ്സ് എന്താക്കണം? ഇതില് ഫില്ല് ചെയ്യണം. എല്ലാവരും കിട്ടിയില്ലേ? കിട്ടാതുണ്ടോ? ഇല്ല. എല്ലാവരും അത് ഫില്ല് ചെയ്യാം. ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ള എല്ലാവരും നേരത്തെ പഠിച്ചതാണ്. ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. പെട്ടെന്ന് എഴുതാം. കേട്ടോ, എനിക്ക് തരിക. എനിക്ക് കഴിഞ്ഞാൽ തിരിച്ചു തരിക.
ഫീച്ചേഴ്സ് എല്ലാവരും അറിയില്ലേ? ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ് അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ്. സെക്കൻഡ് വൺ എൻഷുറിംഗ് യൂണിറ്റി ഓഫ് ആക്ഷൻ. തേർഡ് വൺ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കേ. ഫോർത്ത് വൺ ഓൾ പർപ്പസ് ഫംഗ്ഷൻ. ഫിഫ്ത് വൺ deliberate function. Then last one responsibility of all managers അല്ലേ? വെരി ഗുഡ്. അപ്പോൾ 6 ഫീച്ചേഴ്സ് പഠിച്ചല്ലേ? ഇനി അതുപോലെ എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ഉണ്ട് അല്ലേ? ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ഉണ്ട്. അതിലെ ഫസ്റ്റ് പോയിന്റ് ക്ലോത്തിങ് സൈസ്. ആരെങ്കിലും ഒന്ന് എഴുതുക. ക്ലോത്തിങ് സൈസ് ആരാ എഴുതുക? ട്രേസ് ചെയ്തോ? ഫസ്റ്റ് വൺ എന്താണ്? സെക്കൻഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? സ്പെഷ്യലൈസേഷൻ. Okay, first one clothing size, very good. Second one specialization. ആയിരുന്നു? ആകാശ്. സ്പെഷ്യലൈസേഷൻ. തേർഡ് വൺ എന്താണ്? ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ. ആരായിരുന്നു? ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ അല്ലേ? തേർഡ് പോയിന്റ്. ലാസ്റ്റ് വൺ ഒന്നും പറഞ്ഞില്ലേ? ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റിലേഷൻസ് അല്ലേ? അതാരായിരുന്നു? Okay, very good. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ എന്താണ്? ഒന്ന് ക്ലോത്തിങ് സൈസ്, സ്പെഷ്യലൈസേഷൻ, ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് കോർഡിനേഷൻ എന്ന് പഠിച്ചു അല്ലേ? എന്താണ് കോർഡിനേഷൻ? എസൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ? It is the process of achieving എന്താണ്? Achieving unity of action. Alright, it is the process of achieving unity of action. അല്ലേ? എന്തൊക്കെയാണ് unity of action? എന്തൊക്കെയാണ് എടുക്കുക? ഗ്രൂപ്പ് എഫേർട്സ് അല്ലേ? ഗ്രൂപ്പ് എഫേർട്സ് എന്താക്കുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ എന്താക്കുക? ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക. മനസ്സിലല്ലേ? എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക? എങ്ങനെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എന്താക്കുക? ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക അല്ലേ? എന്നിട്ട് പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലേ? ഏതൊക്കെ ഫീച്ചേഴ്സ് പറഞ്ഞു നമ്മള്? ഡെലിബറേറ്റ് ഫംഗ്ഷൻ, യൂണിറ്റി ഓഫ് ആക്ഷൻ, ensure unity of action, all powers, integrate group efforts, continuous process, all powers function, deliberate function പറഞ്ഞു. അതും പറഞ്ഞു. all powers function, all purpose function, responsibility of all responsibility of all managers. Okay, very good. അപ്പോൾ 6 പോയിന്റ്. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. ഓക്കേ, ഇമ്പോർട്ടൻസ് അറിയില്ല, നാല് അറിയില്ലേ? എന്തൊക്കെയാണ്? clothing size, ഫങ്ഷൻസ്, functional differentiation, ഇമ്പോർട്ടൻസ് human relations. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്ന് എടുത്ത് ഇത്രയും പേർക്ക് നോട്ട് എന്താക്കാം? പ്രിപ്പയർ ചെയ്യുക. എന്തൊക്കെ എഴുതണം? ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷനും, കോർഡിനേഷൻ എന്താണ് എഴുതണം? പിന്നെ ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷന്,
ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ഒക്കെ നോട്ട് പ്രിപ്പയർ ചെയ്ത് തരും നാളെ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ ശരിയാക്കാം, ശരിയാക്കാം. നമ്മളെ വിളിച്ചോ?